നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഡർ പ്രോസസ് പ്രോഫിറ്റാണ്. അതിലുള്ളൊരു പ്രോബ്ലമാണ് ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ഓഫ് എക്സ് ലിമിറ്റഡിൻ്റെ ഒരു പ്രോബ്ലം. ഇതിൽ പറയുന്നത് ദ ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് പി ഈസ് ചാർജ്ഡ് ടു പ്രോസസ് ക്യൂ അറ്റ് പ്രോഫിറ്റ് ഓഫ് 25% ഓൺ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റിൻ്റെ മുകളിലാണ് ഇവിടെ പ്രോഫിറ്റ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് ക്യൂ ഈസ് ചാർജ്ഡ് ടു പ്രോസസ് പി ആർ ഓൺ സിമിലർ ബേസിസ്. The completed product is transferred into stock at a price which give process R at a profit of 25% on cost. അതിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽസ് എത്രയാണ്, വേജസ്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസിൻ്റെത് തന്നിട്ടുണ്ട്. 1,26,000 ആണ് സെയിൽസ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കാണിക്കാൻ പറഞ്ഞത് ആക്ച്വൽ റിയലൈസ്ഡ് പ്രോഫിറ്റാണ്. ക്രെഡിറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എത്ര പ്രോഫിറ്റ് നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. എത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പ്രോസസ് പീസ് അക്കൗണ്ടാണ്. അതായത് പീൻ്റെ പ്രോസസ് അക്കൗണ്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കോളംസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ടോട്ടൽ കോളം, ഒരു കോസ്റ്റ് കോളം, ഒരു പ്രോഫിറ്റ് കോളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡർ പ്രോസസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ 3 കോളംസാണ് ടോട്ടൽ, കോസ്റ്റ്, പ്രോഫിറ്റ്. ഇതിൽ സാധാരണ നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ മെറ്റീരിയൽസ്, വേജസ്, അതുപോലെ തന്നെ ഓവർ ഹെഡ് ഉണ്ടെങ്കിൽ അതാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽസും വേജസും നമ്മളുടെ ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ ടോട്ടൽ കോളം അതുപോലെ തന്നെ കോസ്റ്റ് കോളത്തിലും സെയിം ആയിട്ടുള്ള ആ കോളംസ് എഴുതുക. നമുക്ക് പ്രോഫിറ്റ് ഇതിൽ കണ്ടുപിടിക്കാനില്ല. ഈ മെറ്റീരിയൽസിൻ്റെയും വേജസിൻ്റെയും ടോട്ടൽ കോളത്തിനെയാണ്. ഇനി ഓവർ ഹെഡ് ഉണ്ടെങ്കിൽ ഓവർ ഹെഡിൻ്റെ കൂടി ടോട്ടൽ കോളത്തിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈം കോസ്റ്റ്, ഈ പ്രൈം കോസ്റ്റിൻ്റെ അതായത് ടോട്ടൽ കോസ്റ്റിൻ്റെ മുകളിലാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. ഇനി പ്രൈം കോസ്റ്റ് നമ്മൾ 2 കോളത്തിലും അതായത് ടോട്ടൽ കോളത്തിലും കോസ്റ്റ് കോളത്തിലും എഴുതി കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കേസ് എന്തായിരുന്നു പറഞ്ഞത്? ഇവിടെ ഇപ്പുറത്തെ അതായത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ തന്നെ ഇട്ടിട്ട് മൈനസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ലെസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഇതിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കേസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 7,000 ആണ്. അതായത് പ്രോസസ്സ് പി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നത് 7,000 ആണ്. 7,000 മൈനസ് ചെയ്തു. മൈനസ് ചെയ്ത് കിട്ടുന്ന ഈ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 25% ഓൺ കോസ്റ്റാണ് നമ്മൾ പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അതിൻ്റെ 25% നമ്മൾ കണ്ടുപിടിക്കണം. 28,000ൻ്റെ 25% കാണുമ്പോൾ 7,000 ആണ്. അപ്പോൾ അത് ടോട്ടൽ കോളത്തിലും കോസ്റ്റ് കോളത്തിലല്ല എഴുതേണ്ടത്, പ്രോഫിറ്റ് കോളത്തിൽ നമ്മൾ 7,000 കാണുക. അപ്പോൾ ഇതിനെ ടോട്ടൽ ചെയ്താൽ ഇനി ഇതിൽ വേറെ ഐറ്റംസ് ഒന്നും വരാനില്ല. ഇതിൽ ഉള്ള ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിനെന്ത് ചെയ്യാണ്, നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് ക്യാരി ഡൗൺ ചെയ്യണം. അടുത്ത പ്രോസസ് ക്യൂ അക്കൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എത്രയായിരുന്നോ പീൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ബാലൻസ് ചെയ്ത എമൗണ്ട് അത് ക്യൂവിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ അതാണ് 35,000, 28,000, 7,000 നമുക്ക് ലാസ്റ്റ് പീൻ്റെ അക്കൗണ്ടിൽ ലാസ്റ്റ് കിട്ടിയ എമൗണ്ടാണ്. പിന്നെ മെറ്റീരിയൽസ് സാധാരണ പോലെ തന്നെ ചെയ്യുക. വേജസും എഴുതുക, അത് ടോട്ടൽ കോസ്റ്റിലും കോളത്തിലും കോസ്റ്റിൻ്റെ കോളത്തിലും. പ്രൈം കോസ്റ്റ് കിട്ടുന്നു 70,000, 63,000, 70,000. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 14,000 തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കോസ്റ്റ് കോളും പ്രോഫിറ്റ് കോളും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ കോസ്റ്റ് കോളം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 14,000 ആണ്. അതിൽ നമുക്ക് മാറ്റേണ്ടത് സ്റ്റോക്കാണ്. അപ്പോൾ സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം, ടോട്ടലിൽ എത്രയാണോ കോസ്റ്റ് ഉള്ളത് അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി, ടോട്ടലിൽ എത്രയാണ് കോസ്റ്റ് വരുന്നത് അതിന് നമ്മൾ സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ കോളത്തിൽ നിങ്ങൾ കാണുന്നത് 70,000 നിങ്ങൾക്ക് കാണാം. 70ൽ 63 ആണ് കോസ്റ്റ് വരുന്നത്. അതിന് നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, 14,000ലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതായത് സ്റ്റോക്ക് എന്ന് പറയുന്നത് 14,000 ആണ്. അതിൽ കോസ്റ്റ് വരുന്നത്, ടോട്ടൽ കോസ്റ്റ് വരുന്നത് 63,000-ഉം കോസ്റ്റ് കോളം വരുന്നത് 63,000-ഉം ടോട്ടൽ കോളം വരുന്നത് 70,000-ഉം ആണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 12,600 ആണ് കിട്ടുന്നത്.
അതായത് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കോസ്റ്റിൻ്റെ കോളം എന്ന് പറയുന്നത് 63,000 ആണ്, ടോട്ടൽ കോളം എന്ന് പറയുന്നത് 70,000 ആണ്. അപ്പോൾ 70,000-ൽ 63,000 ആണ് കോസ്റ്റ് ഉള്ളത്. അതിനെ നമ്മൾ 14,000-ലേക്ക് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. അതാണ് നമ്മളുടെ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ടോട്ടലിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്താൽ ഇതായിരിക്കില്ലേ അവിടെയുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സെയിൽ ആയിട്ടില്ലെങ്കിൽ ഇതാണ് നമ്മളുടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരുന്നത്. അതായത് ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 14,000 ആണ്. അതിൽ നമുക്ക് 12,600 നമ്മൾ നോക്കിയ സമയത്ത് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കോസ്റ്റ് ഒഴിവാക്കിയാൽ ഇതല്ലേ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് വരിക. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് എമൗണ്ട്. ദെൻ അത് കുറച്ച് കഴിഞ്ഞൊക്കെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ എന്ത് കാണണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകേണ്ടത് 25% ആണ്. ആ 25% കണ്ടാൽ നമുക്ക് 14,000 ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 70,000, 50,400, 19,600. നമ്മളത് ഏതിലേക്കാണ് പോവുക, അത് അടുത്ത പ്രോസസ്സ്, അതായത് പ്രോസസ്സ് R അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. ഇതിൽ പ്രോസസ്സ് R അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് പ്രോസസ്സ് Q എന്നുള്ള ട്രാൻസ്ഫർ എഴുതുക, മെറ്റീരിയൽസ്, വേജസ്, അതുപോലെ തന്നെ പ്രൈം കോസ്റ്റ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണെന്ന് കാണുകയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 17,080 ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും അതിൽ വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇത് ലാസ്റ്റ് നമുക്ക് ഇനിയുള്ളത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ലാസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അതിലാദ്യം നമുക്ക് തന്നിട്ടുള്ളത്, അതായത് പ്രോസസ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന, ലാസ്റ്റ് പ്രോസസ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട്, കോസ്റ്റ് കോളം, അതുപോലെ തന്നെ പ്രോഫിറ്റ് കോളം, ലാസ്റ്റ് ആറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ്. ഇതിൽ നമ്മളോട് സെയിൽസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് എമൗണ്ട് വരുന്നത് 1,26,000 ആണ് സെയിൽസിൻ്റെ കോസ്റ്റായിട്ട് വരുന്നത്. അത് നമ്മൾ ഇവിടെ എഴുതി. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് 14,000 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും തന്നിട്ടില്ല, നമുക്ക് കോസ്റ്റ് പ്രോഫിറ്റൊക്കെ കണ്ടുപിടിക്കണം. ദെൻ ഇതിൻ്റെ ടോട്ടൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് 1,40,000 ആണ്. അപ്പോൾ ഇവിടെ 1,05,000 ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടാവുക. അത് നമ്മൾ നോക്കുന്ന സമയത്ത് 35,000 ആണ് നമുക്ക് അത് ബാലൻസ് ചെയ്യുന്ന എമൗണ്ട് വരുന്നത്. 35,000 ആണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ളതാണ്. ഇതിവിടെ മാത്രമല്ല നമ്മൾ എഴുതുക, എവിടെയും കൂടി എഴുതണം. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന കോളത്തിലും കൂടി നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതണം. അപ്പോൾ ഇവിടെയും കൂടി എത്ര വരും, 35,000 വരുന്നതായിരിക്കും. ദെൻ ഇതിൻ്റെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോളത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 1,40,000 ആണ്. 68,320 അതുപോലെ തന്നെ 35,000 ഒക്കെ ടോട്ടലിലേക്ക് മാറ്റി എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് എഴുതി നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഈ 14,000 എന്ന് പറയുന്നത് അതിൽ ടോട്ടൽ കോസ്റ്റ് വരുന്നത് എത്രയാണ്, 1,05,000 ആണ്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 68,320 ആണ്. അത് നമുക്ക് 14,000-ലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ടോട്ടൽ, അതായത് കോസ്റ്റ് എന്ന് പറയുന്നത് 68,320 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് 1,05,000. അതിനെ 14,000-ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 9,109 ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് ആയിരിക്കില്ലേ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടുന്നത് 4,891 ആണ്. ഇനി ഇതിനെ ബാലൻസ് ചെയ്താൽ ബൈ സെയിൽസിലേക്കും സെയിൽസിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് കോളും നമുക്ക് കിട്ടും. ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് 5,921 വരുന്നുണ്ട്. അതുപോലെ തന്നെ 59,211 ആണ് വരുന്നത്. അതുപോലെ തന്നെ 66,789 ആണ് നമുക്ക് ബാലൻസ് ചെയ്ത് ഫിഗർ വരുന്നത്. ഇത്രയാണ് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ വരുന്നത്. ഇങ്ങനെയാണ് ഒരു ഇന്റർ പ്രോസസ് പ്രോഫിറ്റിൽ വരുന്ന ഒരു പ്രോബ്ലം ചെയ്യുന്നത്.